മന്ത്രി കസേരയിൽ കയറിയിരുന്നാൽ ഒരു 5 കൊല്ലെങ്കിലും തികക്കാതെ അവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോരല് വലിയ താല്പര്യമുള്ള കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഈ താല്പര്യമുള്ളവര് അവിടെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പവാർജി എന്നെ വിളിപ്പിച്ചത് ഇവിടെ ഞങ്ങളുടെ ഇവിടെ നടന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. അപ്പൊ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് പവാർജി നടത്തിയ പരീക്ഷയിൽ തോമസ് കെ തോമസ് എല്ലാ ഉത്തരവും പറഞ്ഞു. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ. അത് സ്വകാര്യ സംഭാഷണമാണ്. സ്വകാര്യത്തിലല്ലാതെ നിങ്ങൾ 3 ആളും കൂടെ മുഖ്യമന്ത്രിനെ പോയി കണ്ടല്ലോ. എന്നിട്ട് വല്ല തീരുമാനമായോ? ഞങ്ങൾ 3 പേരും പോയി മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടിയുടെ ആഗ്രഹം അറിയിച്ചല്ലോ. എന്നിട്ട് എന്തേ മൂപ്പര് പച്ചക്കൊടി കാട്ടിയോ? അറിയിച്ച ഘട്ടത്തിൽ അദ്ദേഹം വിയോജിപ്പുകൾ പറഞ്ഞു. തോമസ് കെ തോമസിനെ മന്ത്രി ആക്കണ്ടെന്ന് പറഞ്ഞോ? അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിക്കും പോകണ്ട, അപ്പൊ അവര് തീരുമാനിക്കുമല്ലോ. എന്നിട്ട് തർക്കം അവിടെ നിന്നില്ലല്ലോ. ആ വിയോജിപ്പുകൾ മനസ്സിലാക്കിയതിനു ശേഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണമെന്ന് ശരത് പവാർ ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശരത് പവാറിനോട് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നേതൃത്വമായി പാർട്ടി NCPയുടെ ദേശീയ നേതൃത്വം CPM കേന്ദ്ര നേതൃത്വമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞത്. അതിപ്പോ വലിയൊരു പണിയുള്ള കാര്യമൊന്നുമല്ലല്ലോ. ചർച്ച നടത്തണമെങ്കിൽ എന്നോ നടത്തായിരുന്നു. ഇതിപ്പോ എത്ര മാസങ്ങൾ കഴിഞ്ഞു? അത് പറഞ്ഞിട്ട് ഇപ്പൊ 2 മാസമായി. പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് താല്പര്യമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, രാജിവെച്ചേ തീരൂ. പക്ഷെ അത് നീണ്ടുപോകാൻ കാരണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ അപ്രസക്തവും അപ്രധാനമായ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നടന്നില്ല. ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പോയി കാണാലോ. ഞാൻ കാണുന്നുണ്ട്. തോമസ് കെ തോമസ് ഒറ്റക്ക് കാണാൻ പോവാട്ടോ. അതിനെന്താ, മുഖ്യമന്ത്രിയെ കണ്ട് തെറ്റിദ്ധാരണ നീങ്ങുമെങ്കിൽ വളരെ സന്തോഷം. അല്ല, ആ കാണല് മുഖ്യമന്ത്രിയുടെ വിയോജിപ്പ് മാറിയാലോ? തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഞാനെതിരല്ല. പക്ഷെ മുഖ്യമന്ത്രിനെ ഓർത്തിട്ട് രാജിവെക്കാണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ തോമസ് കെ തോമസിന് മന്ത്രിയാവാന് നിലവിലുള്ള മന്ത്രിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഐഡിയ പ്രയോഗിക്കുന്നത് കാത്തിരുന്ന് കാണാം.